19th question. A person bought a certain number of similar articles for rupees 90. A person bought a certain number of similar articles for rupees 90. A person bought a certain number of similar articles for rupees 90. If he had paid rupee one more for each article, comma, if he had paid rupee one more for each article, he would have got one article less for the same price. He would have got one article less for the same price. If he had paid rupee one more for each article, he would have got one article less for the same price. Find the price of each article. A person bought a certain number of similar articles for rupees 90. If he had paid rupee one more for each article, he would have got one article less for the same price. Find the price of each article. Question ഒന്ന് രണ്ട് പ്രാവശ്യം വായിച്ചു നോക്കണേ. ഒരു സെർട്ടൻ നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് റുപ്പീസ് 90ക്കാണ് അയാൾ മേടിച്ചത്. ടോട്ടൽ റുപ്പീസ് 90ക്ക് അയാൾ മേടിച്ചു. അപ്പോൾ അതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ പ്രൈസ് നമ്മളിപ്പോൾ പ്രൈസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ പ്രൈസ് നമ്മൾ ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ അയാൾ എത്ര ഐറ്റംസ് മേടിച്ചു? 90/X ഐറ്റംസ് മേടിച്ചു. ഇനി പറയുന്നത് എന്താണ്? ഇഫ് ഹി ഹാഡ് പെയ്ഡ് rupee one more for each article. X+1 അയാൾ മേടിച്ചിരുന്നെങ്കിൽ X+1 rupees, ആദ്യത്തേതിന് X rupeesനാണ് മേടിച്ചത്. അപ്പോൾ 90/X ഐറ്റംസ് കിട്ടി. രണ്ടാമത് ₹1 കൂടുതലായിട്ടാണ്, ഓരോ ഐറ്റത്തിനും ₹1 വെച്ച് കൂട്ടിയാൽ അയാൾക്ക് എത്ര ഐറ്റംസ് കിട്ടും? 90/X+1 ഐറ്റംസ് കിട്ടും. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്. ഇവിടത്തെക്കാളും ഒന്ന് കുറവാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ 90/X മൈനസ് 90/X+1 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമ്മൾ എക്സ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആണ് ഒരെണ്ണത്തിൻ്റെ ഐറ്റം എന്നുള്ളത് കിട്ടും. അപ്പോൾ ഒന്നും കൂടെ പറയാം. നമുക്ക് തന്നേക്കുന്നത് എന്താണ്? ഒരാൾ 90 രൂപയ്ക്ക് കുറച്ച് സാധനങ്ങൾ മേടിച്ചു. 90 രൂപയ്ക്ക് ഒരേപോലത്തെ കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ പ്രൈസ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ പ്രൈസ് നമ്മൾ എക്സ് എന്ന് വിളിക്കുവാണ്. അപ്പോൾ എക്സ് പ്രൈസുള്ള സാധനം മൊത്തത്തിൽ 90 രൂപ ചിലവാക്കിയാൽ 90/X ഐറ്റംസ് ആണ് അയാൾക്ക് ഐറ്റംസ് കിട്ടും. ഇനി പറയുന്നത് ഓരോ ഐറ്റത്തിൻ്റെയും വില ഒന്ന് കൂട്ടി. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് കിട്ടുന്നത് 90/X+1 ഐറ്റംസ് ആണ് കിട്ടുന്നത്. ഇവ തമ്മിലുള്ള ഡിഫറൻസ് 1 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ആൻസർ എഴുതിക്കോ. ലെറ്റ് ദ പ്രൈസ് ഓഫ് ദ ആർട്ടിക്കിൾ ബി X. Then the number of items is equal to 90/X. Then the number of items will be 90/X. അടുത്ത ലൈനിൽ if he had paid rupees 1 more, then the number of items will be, if he had paid rupees 1 more, then the number of items will be
90 by x plus 1. Then the number of items will be 90 by x plus 1. Given 90 by x minus 90 by x plus 1 is equal to 1. അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ്, നമ്പർ ഓഫ് ഐറ്റംസിൻ്റെ ഡിഫറൻസ് 1 ആണ് തന്നിട്ടുണ്ട്. ഗിവൺ 90 by x മൈനസ് 90 by x plus 1. വില കൂട്ടി മേടിച്ചപ്പോൾ ഒരു ഐറ്റം കുറച്ചാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്പർ ഓഫ് ഐറ്റംസ് കൂടുതൽ. 90 by x മൈനസ് 90 by x plus 1 is equal to 1. ഇനി എൽ സി എടുത്ത് സിംപ്ലിഫൈ ചെയ്യണം. 90 into x plus 1 മൈനസ് 90 into x divided by x into x plus 1 equal to 1. അപ്പോൾ 90x plus 90 minus 90x is equal to, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 ആണ്. അപ്പോൾ അത് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് എന്ന് വരും. അപ്പം 90x ക്യാൻസൽ ചെയ്തപ്പോൾ 90 ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് എന്ന് കിട്ടും. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 90 ഈക്വൽ ടു 0 എന്ന് വരും. ഇത് സോൾവ് ചെയ്താൽ മതി. എക്സ് ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബിയുടേത് 1 -4 ഇൻറ്റു 1 ഇൻറ്റു -90 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ് നമുക്ക് 1 -4 ഇൻറ്റു 1 ഇൻറ്റു -90, അപ്പോൾ അത് പ്ലസ് ആയിട്ട് മാറും. 1 പ്ലസ് 9 ഇൻറ്റു 4 36 ആണ്. അപ്പോൾ 360 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. അപ്പം -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 361 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. റൂട്ട് ഓഫ് 361 ചെയ്യുമ്പം നമുക്ക് 19 കിട്ടും. -1 പ്ലസ് ഓർ മൈനസ് 19 ബൈ 2. അപ്പം -1 പ്ലസ് ചെയ്യുമ്പം അത് 18 ബൈ 2. -1 മൈനസ് 90 എന്ന് പറയുമ്പോൾ -20 ബൈ 2. അപ്പം 9ഉം -10ഉം വരും. എക്സ് എന്ന് പറയുന്നത് എന്താണ്? പ്രൈസ് ഓഫ് ആർട്ടിക്കിളാണ്. പ്രൈസ് ഒരിക്കലും നെഗറ്റീവ് വരിക. ദെർഫോർ പ്രൈസ് ഓഫ് ദ ആർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു പ്രൈസ് ഓഫ് ദി ആർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു 9 എന്ന് വരും. ഒരു ആർട്ടിക്കിളിൻ്റെ പ്രൈസാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് 9 കിട്ടും. നമുക്ക് നെഗറ്റീവ് വരത്തില്ല. പ്രൈസ് ഒരിക്കലും നെഗറ്റീവ് വരത്തില്ല. അത് ഓർത്തോണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 20th ക്വസ്റ്റ്യൻ. Two numbers are in the ratio 3:5. Two numbers are in the ratio 3:5. Find the numbers if the difference between their squares is 144. Two numbers are in the ratio 3:5. Find the numbers if the difference between their squares is 144. അപ്പോൾ നമ്പേഴ്സിൻ്റെ റേഷ്യോ 3:5 ആണ്. അപ്പോൾ നമ്മൾ സാധാരണ നമ്പേഴ്സിനെ 3x എന്നും 5x എന്നും വിളിക്കുക. റേഷ്യോ വരുമ്പോൾ നമ്മൾ അങ്ങനെയാണ് എടുക്കുന്നത്. ലെറ്റ് ദ നമ്പേഴ്സ് ബി 3x ആൻഡ് 5x. അപ്പോൾ നമ്മൾ ആ റേഷ്യോ എടുക്കുമ്പോൾ ഈ നമ്പേഴ്സ് നമ്മൾ റേഷ്യോ എടുക്കുമ്പോൾ 3:5 വരും. ലെറ്റ് ദ നമ്പേഴ്സ് ബി 3x ആൻഡ് 5x. Given that difference of the squares is equal to 144. That is, given that എന്ന് പറഞ്ഞാൽ difference of the squares is equal to 144, which implies ആയിട്ട് വലിയ നമ്പർ 5x ആണ്. 5x the whole square minus 3x the whole square equal to 144. അപ്പം 25x square minus 9x square is equal to 144 എന്ന് വരും. ടു നമ്പേഴ്സ് ആർ ഇൻ ദ റേഷ്യോ 3:5. അതുകൊണ്ട് നമ്പേഴ്സിന് നമ്മൾ 3x എന്നും 5x എന്നും വിളിച്ചു. ഗിവൺ ദ സ്ക്വയേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് 144. അപ്പോൾ 5x സ്ക്വയറും 5x ദ ഹോൾ സ്ക്വയർ മൈനസ് 3x ദ ഹോൾ സ്ക്വയർ 144. 5x എന്ന് പറയുമ്പോൾ 25x സ്ക്വയർ, 3x എന്ന് പറയുമ്പോൾ 9x സ്ക്വയർ. അപ്പോൾ ഇത് എന്താണ്? 16x സ്ക്വയർ ഈസ് ഈക്വൽ ടു 144 എന്ന് വരും. 16x സ്ക്വയർ ഈസ് ഈക്വൽ ടു 144. നമുക്ക് ആദ്യം ഇത് രണ്ട് സൈഡിലും നമുക്ക് 4 കോമൺ ആണ്.
4x² ഇസ് ഈക്വൽ ടു 4 വെച്ച് രണ്ട് സൈഡും ഡിവൈഡ് ചെയ്താൽ 4x² ഇസ് ഈക്വൽ ടു 36 എന്ന് വരും. പിന്നെയും കോമൺ ആണ്. അപ്പോൾ x² ഇസ് ഈക്വൽ ടു 36/4 9 വരും. അപ്പോൾ 16 × 9 ആണ് ആക്ച്വലി 144 അല്ലേ. അപ്പോൾ x² ഈക്വൽ ടു 9 ഇംപ്ലൈസ് x ഈക്വൽ ടു 3 or -3. നമ്മൾ സാധാരണ പോസിറ്റീവായിട്ടുള്ളതാണ് എടുക്കുന്നത്. x ഈക്വൽ ടു 3. Therefore the numbers are, നമുക്ക് നമ്പറാണ് വേണ്ടത്. The numbers are 3 × 3 and 5 × 3. That is 9 and 15. 9ഉം 15ഉം ആണ് നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ റേഷ്യോ എടുക്കുമ്പോൾ 3:5 ആണ്. സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് 144 ആണ്. -3 എടുത്താലും നമുക്ക് കിട്ടും. നമ്മൾ സാധാരണ പറയുമ്പോൾ പോസിറ്റീവ് എടുക്കാറുള്ളൂ. 2 നമ്പേഴ്സ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നെഗറ്റീവ് എടുത്താലും ആൻസർ ശരിയാണ്. അപ്പോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത് 9 and 15. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പേഴ്സ് ആയിരുന്നു. അത് 9ഉം 15ഉം ആണ്. ഓക്കെ, 21st question.